ഹലോ എവ്രി വൺ. ഇന്ന് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മളൊന്ന് ക്ലീനിങ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ടൈം എന്നുള്ളതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിലുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ പണ്ട് മുതലേ പറയാറുള്ള ഈ ഡയറി എടുത്തുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കുഞ്ഞു പുസ്തകം. അതുപോലെയാണ് ഞാൻ എൻ്റെ ജേർണലിംഗ് കൊണ്ട് നടക്കാറ്. ബിസിനസ് ജേർണൽ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ ഓർഡേഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്പാച്ചിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ഒരു ടു ഡു ലിസ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്ന് മെയിനായിട്ട് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ക്രോഷയുടെ വാലറ്റാണ്. അതിൻ്റെ യാൺ എൻഡ്സ് ഒക്കെ ഹൈഡ് ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 3 ഫ്ലവേഴ്സ് വരുന്ന ഒരു ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3 ഫ്ലവർ നമ്മൾ ഉണ്ടാക്കണം. ഓഫ് വൈറ്റ് യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓഫ് വൈറ്റ് യാണിൽ മാജിക് റിങ് ചെയ്തതിന് ശേഷം 2 ചെയിൻ ചെയ്യുക. ദെൻ 2 ഡബിൾ ക്രോഷ് ചെയ്ത് 2 ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ 5 തവണ ചെയ്യുമ്പോൾ നമുക്ക് 5 പെറ്റൽസ് ഉള്ള ഒരു കുഞ്ഞു ഫ്ലവർ കിട്ടും. ഈ ഒരു ഫ്ലവർ 3 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കണം ഇതിൻ്റെ സെൻറ്റർ ബ്ലാങ്ക് ആയി കിടക്കുന്നത് കൊണ്ട് നമുക്കൊരു വൈറ്റ് ഹാഫ് ബീഡ്സും കൂടി അതിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ യാൺ എൻഡ്സ് ഒക്കെ ഹൈഡ് ചെയ്യണം. ദെൻ ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഈ ഒരു പേഴ്സിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് B7000-ൻ്റെ ഗ്ലൂ ആണ്. അത് കുറച്ചും കൂടി നല്ലോണം വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഗ്ലൂ ഗണ്ണിനേക്കാൾ കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ B7000 യൂസ് ചെയ്യുന്നത്. അതും ഹാഫ് ബീഡ്സ് അറ്റാച്ച് ചെയ്യാനും ഈ സെയിം ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ ദേ നമ്മുടെ പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരിട്ട് കാണാൻ ഇതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഈ ഒരു കളറും അതിൽ ആ ഫ്ലവേഴ്സ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ക്രോഷേ വാലറ്റാണത്. ഇനി നമുക്ക് ഇത് പാക്ക് ചെയ്യണം, കാരണം ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇത് ഇപ്പം നമ്മൾ ഗ്ലൂ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ വലിയതായിട്ട് വരയ്ക്കുകയില്ല, ചെറുതായിട്ടും വരയ്ക്കില്ല. ജസ്റ്റ് നമുക്ക് അറിയുന്ന പോലെ ഒരു 4 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ 4 സൈഡും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുന്നു. ദെൻ അത് ഫില്ല് ചെയ്യുന്നു. ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തത്. ബ്രഷ് പെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, സെയിം കളർ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതും കൂടി ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ അതൊരു ബ്ലാങ്ക് ആയി കിടക്കുന്ന പോലെ തോന്നിയത് കൊണ്ട് മാത്രം അതിൻ്റെ സെൻറ്ററിൽ ഒരു റൈറ്റിങ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ് ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത്. കാര്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ അറിയണമെന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ബ്ലാങ്ക് ആയി കിടക്കുന്നത് കൊണ്ട് ഞാൻ ഹോപ്പൊന്നും കൂടി എഴുതി. അതിനു മുമ്പ് തന്നെ സൈഡിൽ ഒരു ഫ്ലവർ, ആ ഫ്ലവർ വലിയ രസമായിട്ട് വന്നിട്ടില്ല, എന്നാൽ കൂടി ഇത് കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഡ്രോയിങ് ഇത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഹോപ്പൊന്നും കൂടി എഴുതുന്നുണ്ട്. ഹോപ്പ് എന്തുകൊണ്ടാണ് എഴുതിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വേർഡാണ് ഈ ഹോപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് മീനിങ് ഉള്ള, നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹോപ്പ്. അപ്പോൾ അത് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി എഴുതിയതാണ്. അപ്പം അതിൽ കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ഡ്രോയിങ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നേ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റുമല്ലോ, വലിയ ടൈമും എടുക്കില്ല. അതിനുശേഷം വേണം ഇതിന് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും നമ്മുടെ പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. പാക്കിങ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നത് കൊണ്ട് അത് നല്ല സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇന്ന് കാര്യമായിട്ട് വേറെ വർക്കൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു പ്രൊഡക്റ്റീവ് ഡേ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രോഷേ റിലേറ്റഡും അല്ലെങ്കിൽ ഇതുപോലത്തെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചാനലൊക്കെ കയറി നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. I'm going with you and I will get to the other side, sinking